ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുവാൻ, ആ സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും കർത്താവിനോട് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനും ഇടയായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യോട് അന്തം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഈ സാക്ഷ്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തന്നെ ഇരിക്കും. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം? പ്രൈസ് ലോർഡ് ആന്റി, സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ ഒത്തിരി വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താപ്പച്ച, അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവ് നടത്തിയ വിധങ്ങളും ഒക്കെയും സംസാരിപ്പാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. വായോട് നാവോട് പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്നവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് എൻ്റെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ, ഇനിയുള്ള സമയം ഞാൻ സിസ്റ്ററിന് നൽകി തരികയാണ്. ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് സിസ്റ്ററിന് അത് പറയാവുന്നതാണ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിത അനുഭവങ്ങളും സാക്ഷ്യവുമായി ജോയ്സ് ടി വി ടെസ്റ്റിമണി ചാനലിന്റെ മുൻപാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളതായ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന പ്രിയ റേച്ചൽ ആന്റിയോടും ദൈവദാസനോടും ഈ ചാനലിനോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള മുഖാന്തരമായി ദൈവം കരങ്ങളിലെടുത്ത പ്രിയ സുജി ആന്റിയോടും കുടുംബത്തോടുമുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മറ്റുള്ളവരോട്, അനേകരോട് എൻ്റെ സാക്ഷ്യം പറയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരുമെന്ന കർത്താവിന്റെ വചനപ്രകാരം അതിനുള്ള മുഖാന്തരങ്ങളെയും സാഹചര്യങ്ങളും ഒക്കെയും സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇനിയും ഈ ജോയ്സ് ടി വി ചാനലിൽ കൂടി അനേകരുടെ സാക്ഷ്യങ്ങൾ പുറത്തു വരുവാൻ സർവശക്തനായ ദൈവം ഇതിനെ കരങ്ങളിൽ എടുക്കേണ്ടതിനായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനൊരു രണ്ടുപേരി പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നു, സന്നാഹമോടെ സ്തുതി പാടിടുന്നു. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നു. ക്രൈസ്തലോട് ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. കുടുംബമായി ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. എൻ്റെ ഭവനത്തില് ഞാനും ഭർത്താവും എൻ്റെ മോനും ഉണ്ട്. ആ ഭർത്താവിന്റെ ഭവനത്തില് അവര് രണ്ടുപേരാണ്. മൂത്ത ആളാണ് എൻ്റെ ഭർത്താവ്. ദൈവിക ശുശ്രൂഷയിലായിട്ട് 30 വർഷത്തോളമായി. ഭർത്താവിന് ഒരു സഹോദരനുണ്ട്. അവര് സഹോദരി, ഭാര്യയും കുഞ്ഞുമുണ്ട്. മാതാവും ഞങ്ങൾ അവരോടൊപ്പം ആയിരിക്കുന്നു. ദൈവവേലയിലും ദൈവിക ശുശ്രൂഷയിലും കൈത്താങ്ങും പ്രചോദനവുമായി അവരും നിലകൊള്ളുന്നു. എൻ്റെ ഭവനത്തില് ഞങ്ങൾ 3 പേരാണ് മക്കള്. മൂത്ത ആളാണ് ഞാന്.
എൻ്റെ മാതാവും പിതാവുമുണ്ട്. എൻ്റെ നേരെ ഇളയ അനിയത്തിയാണ്. അതിൻ്റെ ഇളയത് ഒരാങ്ങളെയാണ്. ദൈവകൃപയാല് എൻ്റെ ഭവനത്തിൽ നിന്ന് ആദ്യമായി കർത്താവിനെ അറിയുവാൻ വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. അതിനുശേഷമായി എൻ്റെ മാതാവും എൻ്റെ സഹോദരനും വിശ്വാസത്തിൽ വരുവാൻ ഇടയായി തീർന്നു. ഇതാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ ദൈവവേലയോടുള്ള ബന്ധത്തില് സഭയായി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയില് 60ഓളം വിശ്വാസികൾ ആയിട്ട് സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ ഉടുമ്പന്നൂരിന്റെ ദേശത്ത് ആയിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ അറിയുവാനുള്ള സാഹചര്യം ദൈവം പലവിധമായ മുഖാന്തരങ്ങളിൽ കൂടി സാഹചര്യങ്ങളിൽ കൂടി സത്യദൈവത്തെ ജീവിതത്തിൽ അറിയുവാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്നു. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തില് ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ഹൈന്ദവപരമായ അമ്പലങ്ങളിൽ പോകുന്നതിനോടൊന്നും വലിയ താല്പര്യമോ വിശ്വാസമോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തില് അമ്പലങ്ങളിലൊക്കെ പോയി വരുമ്പോഴും വലുതായ മാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു സമാധാനമോ ഒരു ആശ്വാസമോ ഒരു സന്തോഷമോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. എപ്പോഴും ഒരു ശൂന്യാവസ്ഥയായിരുന്നു. എന്നാൽ സത്യദൈവം എന്നൊന്നുണ്ടോ, സത്യദൈവം ആരാണ് എന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു ചോദ്യമായി അവശേഷിച്ചിരുന്നു. മാത്രമല്ല, ഈ സത്യദൈവം ഉണ്ടെങ്കിൽ ഈ സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വലിയ വാഞ്ച എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയായിത്തീരും, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള പലവിധമായ ചോദ്യങ്ങൾ പലപ്പോഴും എൻ്റെ ഹൃദയ അന്തർഭാഗത്ത് ഉണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം ഇതിനൊക്കെ മറുപടിയായി ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനും അതുപോലെ തന്നെ എൻ്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും വേണ്ടി കാൽവരിയില് കർത്താവ് പരമയാഗമായി തീർന്നെന്ന് ഞാൻ മനസ്സിലാക്കുവാനും മാത്രമല്ല പലവിധമായ അത്ഭുതങ്ങളിൽ കൂടെയും അടയാളങ്ങളിൽ കൂടെയും ദൈവപ്രവൃത്തികൾ കൂടെ ഇന്നും സർവശക്തനായ യേശു കർത്താവ് ജീവിച്ചിരിക്കുന്ന ദൈവമെന്ന ജീവിതത്തിൽ അനുഭവിച്ചും രുചിച്ചും അറിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവിന്റെ ജീവിതത്തിൽ തന്നു. മാത്രമല്ല ഒരു നിത്യതയുടെ വെളിപ്പാടും സർവശക്തനായ ദൈവം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുകയും നിലനിർത്തുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിനായി ദൈവത്തെ വീണ്ടും ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ദൈവത്തെ അറിയുവാനുള്ള മെയിനായിട്ടുള്ള കാരണം ആദ്യ സ്റ്റെപ്പ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് കണക്കെന്ന വിഷയം എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. പലപ്പോഴും കണക്കെന്ന സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായി പോകാറുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ ഞാൻ പരീക്ഷ എഴുതി ഫെയിലായി പോയി. രണ്ടാമത് പരീക്ഷ എഴുതാണമെങ്കിൽ വീണ്ടും പഠിക്കണമായിരുന്നു 1 വർഷം കൂടി. അപ്പോൾ ആ പരീക്ഷ എഴുതാൻ എനിക്ക് വളരെ ഭയമായിരുന്നു. എന്തെന്നാൽ രണ്ടാമത് വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ ഞാൻ തോൽക്കുമോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് പരീക്ഷ എഴുതുന്നില്ലെന്ന് തന്നെ ഞാൻ ഹൃദയത്തിൽ തീരുമാനിച്ചായിരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ അയൽ ഭവനങ്ങളിൽ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചേട്ടനും ചേച്ചിയും എന്നോട് ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും അന്വേഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് പരീക്ഷ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി പരീക്ഷ എഴുതാൻ താല്പര്യമില്ല. മാത്രമല്ല അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയമാണ്. രണ്ടാമത് പരീക്ഷ എഴുതിയാൽ ഞാൻ തോറ്റു പോകുമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവരാണ് എന്നെ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തരുവാൻ ഇടയായി തീർന്നത്. ആ ചേട്ടനും ചേച്ചിയും എനിക്കൊരു പുസ്തകം, ഒരു ക്രിസ്തീയ മാസിക എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ ഇടയായി തീരും. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാല് സകല കാര്യത്തിനും മതിയായ ദൈവമാണ്. പരീക്ഷയിൽ പാസ്സാകുവാൻ വേണ്ടി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടുകൂടി അത് ഏറ്റെടുത്തു. മാത്രമല്ല യേശു വിളിക്കുന്നു ആ മാസിക പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചു തീർക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഓരോ താളുകളും മറച്ചു വിടുമ്പോഴും എൻ്റെ ഹൃദയ അന്തർഭാഗത്ത് സർവശക്തനായ ദൈവം വലിയൊരു വിശ്വാസം തരുവാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പലവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടക്കുന്നു. ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു. അങ്ങനെ പലവിധമായ അത്ഭുതങ്ങളെ കണ്ട് ഞാൻ ഉള്ളത് പറഞ്ഞാൽ അതിശയിച്ചു പോയി. അപ്പോഴെന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, ഇതാണോ ഞാൻ അന്വേഷിക്കുന്ന സത്യദൈവമെന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ആ വചനത്തിൽ വീണ്ടും ആ പുസ്തകത്തിൽ വീണ്ടും നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നും രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നും അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പ്രത്യേകമായിട്ട് വായിക്കുവാൻ ഇടയായി തീർന്നു.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി തീർന്നു. ആ യേശുക്രിസ്തുവിനെ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ നാം രക്ഷിക്കപ്പെടുമെന്ന് അതിനകത്ത് വായിക്കുവാൻ ഇടയായി തീർന്നു. രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ തന്നെ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കളോടോ ആരോടും അനുവാദം ചോദിക്കാതെ തന്നെ ഈ ദൈവം എൻ്റെ രക്ഷകനായിട്ട് ഈ ദൈവത്തെ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഞാൻ ഏറ്റു പറയുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിക്കാനുള്ള ഒരു മുഖാന്തരമായി തീർന്നു. അത് ഇതൊന്നും എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ആദ്യ നാളുകളൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ലായിരുന്നു. എന്നാൽ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പരീക്ഷ എഴുതാൻ എനിക്കൊരു വാഞ്ച എൻ്റെ ഉള്ളിലുണ്ടായി. ആ ഭയമൊക്കെ മാറി. ആ പുസ്തകം മദ്രാസിലുള്ള ഒരു സുവിശേഷ പ്രവർത്തകർ, അതായത് ദിനകരൻ സാറും പോൾ ദിനകരൻ സാർ, അങ്ങനെ രണ്ടുപേരുടെ സുവിശേഷ മാസികയായിരുന്നു. അവർക്കൊരു പ്രയർ ടവർ ഉണ്ട്. അവർ 24 മണിക്കൂറും ആ പ്രയർ ടവറിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പടയാളികളുണ്ട്. അവരോട് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥന വിഷയങ്ങൾ പറയണമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തോടു കൂടി എൻ്റെ പ്രാർത്ഥനാ വിഷയം അവരെ പറഞ്ഞ് അറിയിച്ചു. അപ്പോഴവരതിന് ഒരു റിപ്ലൈ തന്നു. ഞങ്ങൾ ശക്തമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒന്നും ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട, വീണ്ടും പഠിക്കണം, വീണ്ടും പരീക്ഷ എഴുതണം, കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭയവും ദൈവം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ എനിക്കൊരു വചനം വീണ്ടും അവര് എഴുതി അയച്ചു തന്നു. അതിനകത്ത് യാക്കോവിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുവിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ സ്പർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ആ വചനമാണ് ഞാൻ വിശ്വാസത്തോടു കൂടി ആ വചനം പ്രാർത്ഥിച്ച് പോകണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വിശ്വാസത്തോടു കൂടി എൻ്റെ ഉള്ളത്തിൽ പൂർണ്ണമായ ഒരു വിശ്വാസം കർത്താവ് തന്നു പരീക്ഷ പാസ്സാകുമെന്ന്. എന്നാൽ ആ വചനം വായിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. യാതൊരു ഭയമൊന്നും എനിക്കില്ലായിരുന്നു. എന്നാൽ അത്ഭുതകരമായി ദൈവം വലിയ പ്രവൃത്തി ചെയ്തു. ആ വിഷയത്തിലെ കണക്കെന്ന വിഷയത്തിന് ഞാൻ പാസ്സാകുവാൻ ഇടയായി തീർന്നു. രണ്ടാമതാണെങ്കിൽ 10-ാം ക്ലാസ്സിൽ പരീക്ഷ പാസ്സായി. അതാണ് എൻ്റെ വിശ്വാസത്തിലേക്ക് വരുവാനുള്ളതായ ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെയായിരുന്നു. വീണ്ടും ഞാൻ യേശു വിളിക്കുന്ന മാസിക വായിക്കുവാൻ അവരെനിക്ക് സൗജന്യമായി, എൻ്റെ അയൽഭവനങ്ങളിലുള്ളവർ ഞാൻ അറിയാതെ തന്നെ ഈ മാസിക എനിക്ക് വേണ്ടി സൗജന്യമായി അയച്ചു തരുവാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാൻ വർഷങ്ങളോളം ആ മാസിക വായിച്ച് എനിക്ക് വലിയൊരു വിശ്വാസവും പ്രത്യാശയും ദൈവ സ്നേഹവും ഉണ്ടായി. ഇപ്പോഴും ആ മാസിക തന്നവരെ കാഞ്ഞിരപ്പള്ളിയുടെ ദേശത്ത് ഉണ്ട്. എന്നെ പലപ്പോഴും ഫോൺ വിളിക്കുകയും സംസാരിക്കാറൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ അയൽഭവനത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. എൻ്റെ ചെറുപ്പത്തിലാണ് പ്രാർത്ഥനയ്ക്ക് കടന്നു പോയപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച്, ദൈവവേലയെക്കുറിച്ചോ ദൈവിക ശുശ്രൂഷയെക്കുറിച്ചോ ഒന്നും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്ന സാഹചര്യത്തിലാണ് ഞാനും എൻ്റെ മാതാവും ഉണ്ടായിരുന്നു. അവിടെ കടന്നു പോയപ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് വന്നൊരു ദൂത് പറഞ്ഞു, ദൈവവേലയ്ക്ക് വിളിയുണ്ട്, ദൈവം കണ്ടിരിക്കുന്നതാണ്, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ദൈവവേല എന്താണെന്നോ ദൈവിക ശുശ്രൂഷ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്ന സാഹചര്യത്തിൽ ഞാൻ അതിശയിച്ച് ഞാനും എൻ്റെ മാതാവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. എന്നാൽ അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ദൈവവേലയുടെ അവസ്ഥയിലേക്കും ദൈവിക ശുശ്രൂഷയിലേക്കും കർത്താവ് എന്നെ ആക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, വചനത്തിലുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ദൈവമക്കളോട് ഒരു ദൂതും ആലോചനയും ദൈവം എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ദൈവത്തിന്റെ ഹിതവും അനുസരിച്ച് കർത്താവ് അത് ചെയ്യുവാൻ സർവശക്തനായ ദൈവമാണെന്ന്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണെന്നൊരു ജീവിതത്തിൽ ഞാൻ വീണ്ടും അനുഭവിച്ചും രുചിച്ചും അറിയുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം വീണ്ടും പലവിധമായിട്ടുള്ള മുഖാന്തരങ്ങളും സാഹചര്യങ്ങളും ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതൊക്കെയും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ രണ്ടാമത് ഞാൻ വിശ്വാസത്തിലേക്ക് കൂടുതലായി വരുവാനുള്ളതായ സാഹചര്യം, രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് ഉമിനീര് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടന്നാൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും എൻ്റെ വായ്ക്കകത്ത് വെള്ളം വന്ന് നിറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു രോഗത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ആയുർവേദവും അലോപ്പതിയും ഹോമിയോ മരുന്നും എല്ലാം കഴിച്ചു. അതിന് യാതൊരു വിടുതലോ സൗഖ്യമില്ലാതെ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഉമിനീര്, വായിൽ നിന്ന് വരുന്ന ഉമിനീര് തുപ്പിക്കളയാൻ വേണ്ടി ഒരു പാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിരുന്നത്. എന്നാൽ ഇതിനൊരു വിടുതലില്ലായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടായിരുന്നപ്പോൾ ഒരു ദൈവത്തിന്റെ ദാസനെ എൻ്റെ ഭവനത്തിലേക്ക് ദൈവം അയച്ചു. കർത്താവ് അയച്ചിട്ട്, ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നുവെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഭവനത്തിലേക്ക് ആ ദൈവദാസൻ കടന്നു വന്നു. ഭവനത്തിൽ കടന്നു വന്ന കുറച്ച് സമയം സംസാരിച്ചിരുന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേ എൻ്റെ ഈ സാഹചര്യത്തെക്കുറിച്ച് ആ ദൈവദാസന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം വാസ്തവമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴും എൻ്റെ അതിനുശേഷം എന്നോട് ദൈവദാസൻ ചോദിച്ചു, കുഞ്ഞ്, നിനക്ക് ഈ രോഗം പൂർണ്ണമായി ദൈവം മാറ്റിയെന്നൊരു വിശ്വാസമുണ്ടോ? യേശുവിൽ നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. ദൈവം ആ രോഗത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായി വിടുതൽ തന്നെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വലിയൊരു വിശ്വാസം തരുവാൻ ഇടയായി തീർന്നു. ആ വിശ്വാസത്തിന്റെ മധ്യത്തില് ആ ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഭവനത്തിലേക്ക് പോയി. എന്നാൽ അന്ന് രാത്രിയിൽ ഞാൻ ആ പാത്രം ഉപയോഗിക്കാതെയാണ് ഉറങ്ങാൻ കിടന്നത്. അത്ഭുതകരമായി അന്ന് ആ രോഗത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിക്കാൻ ഇടയായി തീർന്നു. അന്നു മുതൽ ഇന്ന് വരെയും ആ രോഗം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോഴും എനിക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു. ഈ രോഗത്തിന്റെ അവസ്ഥകളൊക്കെയും വന്നപ്പോൾ എൻ്റെ മാതാവും പിതാവും ഇത് അവർക്ക് അംഗീകരിക്കാതെ ഇരിക്കാൻ സാധ്യമല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ അവരെ കണ്ടതും അനുഭവിച്ചതുമായ ഒരു കാര്യമാണ്. എൻ്റെ പിതാവായിരുന്നു എന്നെ ഈ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പലയിടത്തും ഹോസ്പിറ്റലിലൊക്കെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അവരത് വിശ്വസിച്ചു, അംഗീകരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, കുഞ്ഞ്, നിനക്ക് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി നിന്റെ മേലുണ്ട്. അതുകൊണ്ട് ഇനി ദൈവമാണ് ഈ രോഗത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും ഒക്കെയും സഭയിൽ കടന്നു പോകണമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. പിതാവിനോട് ചോദിച്ചപ്പോൾ പിതാവ് അതിന് സമ്മതിച്ചു. പിതാവിന്റെ അനുഭവത്തോടു കൂടി തന്നെ ഞാൻ ആരാധനകൾക്കൊക്കെയും സഭയിൽ കടന്നുപോയി. എന്നാൽ ആ നാളുകളിൽ വീണ്ടും കർത്താവ് വലിയ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്നാനപ്പെടണം എന്നുള്ള വലിയൊരു വാഞ്ച എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തന്നു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടാൻ വലിയൊരു ആഗ്രഹമുണ്ട്, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അതിന് എൻ്റെ പിതാവ് തടസ്സം പറഞ്ഞു. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന നമുക്ക് ഒരിക്കലും സ്നാനപ്പെടുവാനോ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ദൈവം നിനക്ക് വിടുതൽ തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാനത് സമ്മതിക്കുന്നുമുണ്ട്. അത് സാരമില്ല, ഇനി അമ്പലത്തിൽ പോയാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, ദൈവം എനിക്ക് തന്ന ഒരു വിടുതലാണ്. ഞാൻ ഈ ലോകത്തിലെ വൈദ്യന്മാരില് ആശ്രയിച്ചിട്ട് അമ്പലങ്ങളിൽ പോയിട്ടൊന്നും എനിക്കൊരു വിടുതലില്ലാതിരുന്ന സ്ഥാനത്ത് യേശുക്രിസ്തു മാത്രമാണ് എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും തന്ന. അത് യേശുക്രിസ്തുവിന്റെ വിടുതലിന്റെ ശക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതായതുകൊണ്ട് ഇനി ഞാൻ അമ്പലത്തിൽ ഒരിക്കലും പോവുകയില്ല. അതുകൊണ്ട് എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകണമെന്ന് ദൈവാത്മാവ് തന്നെയാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ചെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വളരെ പ്രതികൂലങ്ങൾ അതിന്റെ മധ്യത്തിൽ ഉണ്ടായെങ്കിലും വീണ്ടും ആരാധനകൾക്കൊക്കെയും കടന്നു പോകാൻ സർവശക്തൻ സഹായിച്ചപ്പോൾ സ്നാനപ്പെടുന്നത് വലിയൊരു തടസ്സമായി എൻ്റെ മുൻപിൽ നിന്നു. എന്നാൽ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. വളരെ നാളുകൾക്ക് ശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും സ്നാനപ്പെടുവാനുള്ള അവസരവും സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു. പിതാവിന്റെ അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും സ്നാനപ്പെടുവാൻ സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. മാത്രമല്ല, ഞാനാണ് സ്നാനപ്പെടുവാൻ വേണ്ടി പോയത്. ഞാൻ സ്നാനക്കടവിലേക്ക് ഇറങ്ങി സ്നാനപ്പെട്ടതിന് ശേഷം കയറി വന്നപ്പോൾ എൻ്റെ മാതാവിന്റെ ഉള്ളത്തോട് ദൈവാത്മാവ് ഇടപെട്ട സ്നാനപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ ദൈവം ബോധ്യപ്പെടുത്തി കൊടുത്ത് മാതാവ് പരിശുദ്ധാത്മാവിനാൽ പറയപ്പെട്ട സ്നാനക്കടവിൽ ഇറങ്ങി അന്ന് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഞാൻ മാത്രമാണ് സ്നാനപ്പെടുവാൻ പോയതെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ വലിയ പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നുകൊണ്ട് ഞാനും എൻ്റെ മാതാവും ഒരുമിച്ച് സ്നാനപ്പെടുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. സ്നാനത്തിന് ശേഷം കർത്താവ് വലിയൊരു വിശ്വാസം എൻ്റെ ഉള്ളത്തിലേക്ക് വീണ്ടും തന്നു.
ചില ദൈവ പ്രവർത്തികള് ദൈവം എന്നിൽ കൂടി ചെയ്തെടുപ്പിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴേ എന്നെ സ്നാനപ്പെടുത്തിയതായ ആ ദൈവദാസൻ എനിക്ക് ഒരു പിതാവിനെ പോലെയാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള ഏത് വിഷയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പറയുകയും എനിക്ക് വേണ്ടുന്നതായ മാർഗനിർദ്ദേശങ്ങളും എല്ലാം തന്നുകൊണ്ടിരുന്ന ദൈവദാസൻ എന്നോട് പറഞ്ഞു, ചില അധികാരത്തിന്റെ ശുശ്രൂഷകൾ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെയും ചെയ്തെടുക്കണം. വിശ്വാസത്തോടു കൂടി എന്ത് പ്രാർത്ഥിച്ചാലും ദൈവ അഭിഷേകത്തിന് മേലൊക്കെയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ദൈവദാസൻ പറഞ്ഞ ആലോചനയും ഏറ്റെടുത്തു. എന്നാൽ ആ നാളുകളിൽ വീണ്ടും എനിക്ക് ശാരീരികമായ വേറെ ചില രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ചില പോരുകളും പോരാട്ടങ്ങളും എതിരുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ചു. മെയിനായിട്ട് എൻ്റെ കണ്ണ് ചുമന്ന് തടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കണ്ണ് ചുമന്ന് തടിക്കുക മാത്രമല്ല, കണ്ണിനൊരു ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറുകളോളം ചൊറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ അതോടൊപ്പം ഭയങ്കരമായിട്ടുള്ള തുമ്മലും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു സ്വസ്ഥതയില്ല. ഈ വിഷയത്തിലും വളരെ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നാൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് അലർജിയുടെ അസുഖമാണ്, അതുകൊണ്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അതിനും കുറച്ചുനാൾ മരുന്നുകളൊക്കെയും കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഡോക്ടർമാരുടെ അടുത്ത് കടന്നു ചെല്ലുമ്പോൾ അവർ മരുന്ന് തരുമ്പോൾ ആ മരുന്ന് കഴിക്കുമ്പോൾ ഒരു വിടുതലാകും. വീണ്ടും ഒരു 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ വിഷയത്തിൽ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടായിരുന്നു. അപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കണ്ണിന് ഈ ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടുന്ന് എനിക്ക് കണ്ണിൽ ഒഴിക്കാനുള്ള ഒരു മരുന്ന് തന്നു. അപ്പോൾ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ടു, ഇനി നീ കണ്ണില് ഈ മരുന്ന് ഒഴിക്കണ്ട, വചനത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും, ആ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, ആ മരുന്ന് ദൂരെ എറിഞ്ഞു കളയണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെയും ദൈവാത്മാവ് ദൈവകൃപയാല് എന്നോട് എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരുന്നുകൊണ്ട് കർത്താവ് അത് ചെയ്യുന്ന ഒരു അനുഭവവും അവസ്ഥയും എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ വിശ്വാസത്തോടുകൂടി ആ മരുന്ന് പൊട്ടിക്കാതെ തന്നെ ആ കുപ്പി പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച്, കർത്താവെ, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം വന്നെന്ന കർത്താവിന്റെ വചനത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യവും ഞാൻ ഈ മരുന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എറിഞ്ഞു കളയുകയാണെന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കളഞ്ഞു. എന്നാൽ അന്ന് ആ രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി എന്നെ വിടുവിച്ചു. അതിനുശേഷം ഇതുവരെയും ആ രോഗം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഓരോരോ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുമ്പോൾ വലിയ വിശ്വാസം എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. പിന്നെ വിശ്വാസത്തിലേക്ക് കൂടുതലായിട്ട് വരാനുള്ള കാരണം, രക്ഷിക്കപ്പെട്ടു, വിടുതൽ കിട്ടി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വിവാഹം നടക്കേണ്ടത് ഏറെ ആവശ്യമാണല്ലോ. പിതാവ് കുടുംബമായി ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ പിതാവ് ദൈവദാസനോട് ചില എഗ്രിമെന്റുകൾ ചെയ്തായിരുന്നു. ഇവള് സ്നാനപ്പെടുകയാണെങ്കിൽ ദൈവദാസൻ തന്നെ വിവാഹം ആലോചിക്കണം, SNDP ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും ആയിട്ടുള്ള വിവാഹം മാത്രമേ നടത്തുകയുള്ളൂ. അങ്ങനെയൊക്കെയും രക്ഷിക്കപ്പെടാത്ത ഒരവസ്ഥയായിരുന്നല്ലോ പിതാവിന്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങള് പിതാവ് ആ ഒരവസ്ഥയിൽ തന്നെ പിതാവ് എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വേറെ ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് ഈ ലോകത്തിലെ മാനുഷിക ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. എനിക്ക് ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ഒരാളെ ദൈവം ഒരുക്കണം, എനിക്ക് ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പല ആലോചനകളും എനിക്ക് കൊണ്ടുവന്നു. ദൈവത്തിനൊരു ഹിതവും പ്ലാനും പദ്ധതിയും ഉള്ളതുകൊണ്ട് ദൈവഹിതമല്ലാത്ത ആലോചനകളെല്ലാം തടയപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ അധികം പ്രായവ്യത്യാസമില്ല. എൻ്റെ വിവാഹം നടന്നിട്ട് വേണം എൻ്റെ അനിയത്തിയുടെ വിവാഹം നടക്കാൻ. അപ്പോഴത് ഭവനത്തിൽ ഒരു വിഷയമായി. എന്നോട് പിതാവ് പറഞ്ഞു, നിന്റെ വിവാഹം താമസിക്കുന്നത് കൊണ്ട് നിന്റെ അനിയത്തിയുടെ വിവാഹം ഞാൻ ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, കുഴപ്പമില്ല ചാച്ചേ, ബിനുവിന്റെ വിവാഹം നടത്തോട്ടെ, ബിനുവിന്റെ വിവാഹം നടന്നതിന് ശേഷം എൻ്റെ വിവാഹം നടന്നാൽ മതി, എനിക്കത് കുഴപ്പമില്ല എന്ന് ഞാൻ പിതാവിനോട് അങ്ങനെ പറഞ്ഞു. ചില ആലോചനകൾ എൻ്റെ അനുജത്തിക്ക് വന്നു.
കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെന്തക്കോസ്തിൽ പോകുന്ന എന്നൊരു കാരണത്താല് ആ വിവാഹാലോചന മാറിപ്പോയി. അന്നു മുതൽ വീണ്ടും ഭവനത്തിലെ വലിയ പ്രശ്നങ്ങളൊക്കെയുമായി ഒരു നീരസവും എതിരുമൊക്കെ ഉണ്ടായിരുന്നു എനിക്കെതിരെ. എന്തെന്നാൽ ഞാൻ കാരണമാണ് എൻ്റെ അനുജത്തിയുടെയും എൻ്റെ ആങ്ങളുടെയും കൂടെ ഭാവി പോകുന്നു എന്നുള്ളൊരു ചിന്ത അവരെ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്നോട് ദൈവദാസന്മാർ ഒരു ആലോചന അറിയിച്ചു. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്, ദൈവത്തിന് വേണ്ടി നിന്നതാണ്, നിന്നെ ദൈവം മാനിക്കും. അതുകൊണ്ട് നിന്റെ വിവാഹം നടന്നതിന് ശേഷമേ നിന്റെ അനിയത്തിയുടെ വിവാഹം നടക്കുള്ളൂ. നിന്റെ വിവാഹവും നിന്റെ അനിയത്തിയുടെ വിവാഹവും നടക്കും. ദൈവം എല്ലാ ഭംഗിയായി നടത്തുമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ ആരാധനകൾക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ വീട്ടില് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള എതിരും വിവാഹത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞാണ് ശക്തമായ പ്രശ്നങ്ങളായത്. വലിയ വഴക്കായി തീർന്നു. എന്നാൽ എന്നെ ഉദ്ധരിക്കാൻ വന്ന സ്ഥലത്തൊക്കെയും ഞാൻ പിതാവിനോട് പറഞ്ഞു, ചാച്ച എന്ത് പറഞ്ഞാലും ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറി പോവുകയില്ല. ഇത്രത്തോളം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ബാക്കി പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. എന്നെ പിതാവ് ഉപദ്രവിക്കാതെ തന്നെ പിന്മാറിപ്പോയി. എന്നാൽ ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതായ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി. വീട്ടിൽ നിന്ന് ഒരു രീതിയിൽ ഇറക്കി വിടുന്ന അല്ലെങ്കിൽ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് എനിക്കുണ്ടായത്. ഞായറാഴ്ച ആരാധനയുടെ ദിവസമായിരുന്നു അന്ന്. ഞായറാഴ്ച ആരാധന ദിവസം ഞാൻ വേറെ ആരുടെയും അടുത്ത് ഈ പരാതി പറഞ്ഞില്ല. എൻ്റെ സ്വന്തം ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോട് ആരോടും പറഞ്ഞത് സഭയിൽ തന്നെ കടന്നു നിന്ന് ഈ വിഷയങ്ങളൊക്കെയും അവരുമായി ഷെയർ ചെയ്തു. ശക്തമായിട്ട് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിതാവ് അതിന് ശേഷം പറഞ്ഞു, സഭയിൽ ആള് കൂട്ടുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ സഭയ്ക്കെതിരെ കേസ് കൊടുക്കുന്നൊക്കെയും പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിതാവിനെ ദൈവം നിയന്ത്രിച്ചു. അങ്ങനെ കേസൊന്നും കൊടുത്തില്ല. വീണ്ടും ഞാൻ തിരിച്ച് അവിടുത്തെ ദൈവദാസന്റെയും അമ്മാമ്മയുടെയും ചില സഹോദരിമാരോടൊപ്പം വീണ്ടും തിരിച്ച് ഭവനത്തിൽ വന്നപ്പോൾ പിതാവ് വളരെ എതിരായിരുന്നു, ശക്തമായ എതിരുണ്ടായി. എന്നാൽ പിതാവ് എന്നോട് ചോദിച്ചു, ഇനിയും നിന്റെ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ദൈവദാസൻ പറഞ്ഞു, കുഞ്ഞെ നിനക്ക് വലിയൊരു വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്, നിനക്ക് ദൈവവേലയ്ക്ക് വിളിയുമുണ്ട്, അത് നിന്റെ മനസ്സിലിരുന്നാൽ മതി. ഇപ്പൊ പിതാവ് എന്ത് പറഞ്ഞാലും നീ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിതാവ് പറയുന്നതിനെ നീ അംഗീകരിക്കണം, അതിനെതിരൊന്നും പറയരുതെന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞു. ഞാനത് സമ്മതിക്കാതെ എനിക്ക് ഒന്നും പറ്റില്ലായിരുന്നു. എന്നാൽ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, ഇനി ഒരു 6 മാസം കൂടെ നിനക്ക് ഈ ഭവനത്തിൽ നിൽക്കാനുള്ള കാലാവധി തരികയാണ്. ആ 6 മാസത്തിനകം നിന്റെ വിവാഹം നടക്കണം. 6 മാസത്തിനകം വിവാഹം നടന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പം പറയുന്നില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ആ 6 മാസം ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ എനിക്ക് ചർച്ചിൽ പോകാനുള്ള അനുവാദമില്ല. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കോ ഞായറാഴ്ച ആരാധനയ്ക്കോ കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. ദൈവദാസന്മാരോ ദൈവമക്കളോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മാത്രമല്ല വീട്ടിലിരുന്ന് പോലും ഒരു സ്തോത്രം പറയുവാനോ പ്രാർത്ഥിക്കാനോ ഉള്ള സാഹചര്യം നിഷേധിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ചില എഗ്രിമെന്റിന്റെ പുറത്താണ് ഒരു 6 മാസം കൂടെ എനിക്ക് അവിടെ കാലാവധി പിതാവ് തന്നത്. അപ്പോൾ മാനുഷിക രീതി ഭൗതിക തലത്തിൽ എനിക്കൊരു ഭാരവും പ്രയാസം ഉണ്ടായാലും പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തോട് ഇടപെട്ടു. ഈ തടസ്സങ്ങളും ഈ എതിരും ഒക്കെ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ദൈവ വൈതലിന് മാനുഷികമായ രീതിയിൽ ഭൗതിക തലത്തിൽ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും അടയപ്പെടുവാൻ ഇടയായി തീർന്നു. എങ്കിലും ദൈവം എന്നോട് ഇടപെട്ടു. നിന്റെ ഉള്ളിൽ ഞാനൊരു വിശ്വാസം തന്നിട്ടുണ്ട്, ആ വിശ്വാസത്തിന്റെ മധ്യത്തിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ വിശ്വാസത്തിൽ നീ നിലകൊള്ളണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പിതാവ് അത്രയും എന്നോട് ഉപദേശിച്ചപ്പോൾ എനിക്ക് ദൈവദാസൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു. അപ്പോഴെന്റെ ഉള്ളിലുണ്ടായിരുന്നു, എന്താണെങ്കിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, വിശ്വാസത്തെ എടുത്ത് കളയുവാന് ഈ ലോകത്തിലെ ഒന്നിനും സാധിക്കുകയില്ലല്ലോ. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിലനിന്നു. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും അടഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ നിന്ന് പ്രാർത്ഥനകൾ കേൾക്കുമ്പോഴൊക്കെയും എനിക്ക് ഉള്ളം തുടി കൂട്ടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആരാധന കേൾക്കുമ്പോൾ ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ വല്ലാതെ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ പിതാവ് വീണ്ടും ചോദിക്കും, ഇത് ആരുമായിട്ട് കല്യാണം ഒന്നും നടന്നില്ല, ആലോചന ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദൈവദാസൻ വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഈ ഭവനത്തിലെ കാര്യങ്ങളൊക്കെയും ദൈവാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി. ആ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. 6 മാസം പിതാവ് കാലാവധി പറഞ്ഞിരിക്കുമ്പോൾ ഈ
മാസങ്ങളിൽ തന്നെ അതിനുള്ളതായ ആ, മുഖാന്തരങ്ങളെ സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവദാസനുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് എന്നോട് ഒരു ആലോചന എന്നോടും മാതാവിനോടും കൂടെ ഒരു ദൈവാഭിഷിക്തൻ അറിയിച്ചു. ദൈവകൃപയാല് ആ ആലോചന, ആ ദൂത് കറക്റ്റ് ആയിരുന്നു. ആ ദൈവദാസൻ അങ്ങനെ ആലോചന പറഞ്ഞതിന് ശേഷം ഒരാഴ്ചക്കകം തന്നെ എന്തൊക്കെ വിവാഹാലോചന വന്നു. ദൈവകൃപയാല് മാനുഷികമായ രീതിയിലുള്ള എല്ലാ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട്, മാനുഷികമായ ചില അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പിതാവിന്റെയും മാതാവിന്റെയും അനുഗ്രഹത്തോടുകൂടി എന്റെ വിവാഹം ഭംഗിയായി നടത്തുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഒരു ദൈവാഭിഷേകനെ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൈവവേലയിലും ദൈവിക ശുശ്രൂഷയിലും നിലകൊള്ളുന്ന ഒരു ദൈവാഭിഷിക്തനെ തന്നെ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുക്കി തന്നു. ഇന്ന് ഉടുമ്പന്നൂരിലെ ദേശത്ത് ദൈവവേലയോടെ ഉള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിലകൊള്ളുന്ന ഒരു ദൈവദാസനെ തന്നെ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൂട്ടാളിയായി തരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാകില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ അഗോചരങ്ങളും അപ്രമേയങ്ങളും ശാശ്വതവുമാണ്. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു. അതിനുശേഷം വിവാഹത്തിന് ശേഷവും പലവിധമായ പ്രതികൂലങ്ങളുടെ, എതിരുകളുടെയും വെല്ലുവിളികളുടെയും മധ്യത്തിൽ കൂടി ഞാൻ കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അപ്പോഴൊക്കെ ഈ സർവശക്തനായ ദൈവം എന്നെ ഉറപ്പോടെ, ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, കർത്താവിനൊരു പ്ലാനും പദ്ധതിയും ഉള്ളതുകൊണ്ട് നാളിതുവരെയും നിലനിർത്തി. അതിനുശേഷം പലവിധമായ അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 7 മാസമായപ്പോൾ എന്നെ എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 7-ാം മാസമായപ്പോൾ ഒരു സ്കാനിങ് ആസ്പത്രിക്കാർ പറഞ്ഞു. 7-ാം മാസത്തെ സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം അവർ പറഞ്ഞു, കുഞ്ഞിന് അംഗവൈകല്യമുള്ള കുഞ്ഞാണ്, വളർച്ച എത്താത്ത കുഞ്ഞാണ്, അതുകൊണ്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്നൊക്കെയും പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ അത് കേട്ടപ്പോൾ എനിക്കും വളരെ ഭാരവും പ്രയാസവും ഉണ്ടായി. ദേവദാസൻ കടന്നു വന്നപ്പോൾ പറഞ്ഞു, ആ കുഞ്ഞിനെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഞാനൊരു ദൈവാഭിഷിക്തനാണ്, എനിക്ക് കുഞ്ഞിനെയും അമ്മയും വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് എന്ത് ചെയ്താലും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാത്ത ഒരു അവസ്ഥയിൽ ഞാനായിരുന്നു. അവിടെയും ആ ഹോസ്പിറ്റലിലും ഈ വിഷയം സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്നെ ഡിസ്ചാർജ് ചെയ്യുവാന് എൻ്റെ മാതാപിതാക്കളും ഭർത്താവിന്റെ വീട്ടിലുള്ളവരും എല്ലാവരും വന്ന് നിർബന്ധത്താൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ഒരു ആംബുലൻസില് എന്നെ കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ അന്ന് അവിടെ അഡ്മിറ്റ് ആയി. അപ്പോഴെൻ്റെ മനസ്സിലുള്ളത്, ഇനി മാസങ്ങളോളം ഉണ്ടല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ അന്ന് അഡ്മിറ്റ് ആയിട്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ ആയിരുന്നത്. എന്നാൽ പിറ്റേ ദിവസം 7 മണി ആയപ്പോഴത്തേക്കും എന്നെ ഡെലിവറി റൂമിൽ കയറ്റി. 7:15 ആയപ്പോഴത്തേക്കും എനിക്കൊരു സുഖപ്രസവം നൽകി. സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ദൈവകൃപയാല് ആ കുഞ്ഞിന് യാതൊരു അംഗവൈകല്യമോ ബുദ്ധിക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അവൻ ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതും ദൈവത്തിന്റെ വലിയ പ്ലാനും പദ്ധതിയുമാണ്. ഒന്നെങ്കിൽ ഞാനോ അല്ലെങ്കിൽ കുഞ്ഞോ ഈ ഡെലിവറിയോടൊപ്പം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമെന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞൊരവസ്ഥ ഉണ്ടായിരുന്നാൽ സർവശക്തനായ ദൈവം അങ്ങനെയൊന്നുമുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആയുസോടെ ആരോഗ്യത്തോടെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ബൈക്ക് ആക്സിഡന്റ് ഒക്കെയും എനിക്കുണ്ടായി. അപ്പോഴൊക്കെയും കർത്താവിനെ അതിൽ നിന്നൊക്കെയും വിടുവിക്കാൻ ഇടയായിത്തീർന്നു. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ തോളസ്ഥി ഒടിഞ്ഞ് കമ്പി ഇടേണ്ടതായ ആവശ്യം വന്നു. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്ത കമ്പി ഇട്ട് വീണ്ടും ആ കമ്പി എടുക്കാൻ വേണ്ടി വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ പലവിധമായ ഓപ്പറേഷനുകൾക്കൊക്കെ ഞാൻ വിധേയയായി അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ലോ പ്രഷറാണ്. പലപ്പോഴും പ്രഷർ കുറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ടാകും. ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, ആളെ മരിച്ച പോലെ ഒരു അവസ്ഥയായി. ഡോക്ടർ അവിടെ നിന്ന് ഉപേക്ഷിച്ച് വിട്ടു. ഞങ്ങൾ രാത്രി ഒരു 12 മണിയായപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ദേവദാസൻ എന്നെ എടുത്ത കാറിൽ കിടത്തിയാണ് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സോറി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് താമസിച്ചു പോയെന്ന് പറഞ്ഞു. എന്നാൽ ദേവദാസൻ പറഞ്ഞത്, ഡോക്ടറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആ കാറിൽ തിരിച്ച് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ദൈവദാസന്റെ മടിയിൽ ഞാൻ കിടന്നുകൊണ്ട് ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ എനിക്ക് തന്നിരിക്കുന്ന അന്യഭാഷ
ശബ്ദം വെളിയിൽ വരാതെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ബലവും ഒരു ശക്തിയും ദൈവം തന്നു. അതോടെ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഒരു വിടുതലും ആശ്വാസവും എനിക്ക് തന്നു. അതിൽ നിന്നൊക്കെയും വലിയ മാറ്റങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ കോവിഡിൻ്റെതായ അവസ്ഥ വന്നപ്പോൾ, ആ കാലഘട്ടത്തിൽ കോവിഡ് വന്നപ്പോൾ എനിക്കും ദൈവദാസനും കോവിഡിന്റെ അസുഖം വന്നു. വളരെ ഭാരപ്പെട്ട് എനിക്ക് അത് കൂടുതലായി തീർന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലിന്റെ അവസ്ഥയൊക്കെ. എന്നാൽ അതിൽ നിന്നും കർത്താവ് യാതൊരു ദോഷങ്ങളോ അനർത്ഥങ്ങളോ ഒന്നും കൂടാതെ എന്നെ വിടുവിച്ച് നിലനിർത്തുവാൻ ഇടയായിത്തീർന്നു. ഇന്നും പലവിധമായ രോഗക്ഷീണാവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാനതൊക്കെയും ക്രിസ്തുവിനെ പ്രതി ചപ്പ ചവറെന്ന് എണ്ണിക്കൊണ്ടായിരിക്കുമ്പോൾ അതിന്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കർത്താവിന്റെ വചനത്തിന്റെ ശക്തി പലപ്പോഴും എൻ്റെ ജീവിതത്തില് എൻ്റെ സകല ബലഹീനതയുടെ അവസ്ഥകളിലും വെളിപ്പെട്ട് വരുന്ന തികഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തില് പലപ്പോഴും ഇന്നും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ സഭയായി, കുടുംബമായി, വ്യക്തിപരമായി, ആത്മീയമായി സന്തോഷത്തിലും സമാധാനത്തോടെയൊക്കെയും ആയിരിക്കാൻ സർവശക്തനായ ദൈവം എന്നെ കുടുംബമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നവരോട് എനിക്ക് ചില കാര്യങ്ങൾ ദൈവനാമത്തിലും ദൈവസ്നേഹത്തിലും പറയാനുള്ളത്, ദൈവമക്കളായ നിങ്ങൾ ഏതെങ്കിലും രോഗത്താലോ ഭാരത്താലോ ഈ ലോകത്തിലെ മാനുഷികമായ രീതിയിലുള്ള ഏത് വിഷയങ്ങളും അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്താലോ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയാണെങ്കിൽ സർവശക്തനായ ദൈവം എല്ലാത്തിനും മതിയായ ദൈവമാണ്. എങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് കഷ്ടമോ ഭാരമോ പ്രയാസങ്ങളോ രോഗമോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ കർത്താവിന്റെ വചനത്തിലുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണ്. നമുക്ക് എന്ത് കഷ്ടമോ ഭാരോ പ്രയാസമോ ഉണ്ടെങ്കിലും ആ കഷ്ടതയിൽ കൂടി നമ്മൾ കടന്നു പോയാലും അതിൽ നിന്നൊക്കെയും പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ് നാം വിശ്വസിക്കുന്ന ദൈവം. അതുപോലെ ആരെങ്കിലും എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, എന്തെങ്കിലും ഭവിഷ്യത്ത് ഉണ്ടാകുമോ, അത് മുഖാന്തരം എന്തെങ്കിലും ദോഷങ്ങള് വ്യക്തിപരമായോ കുടുംബപരമായോ സാമുദായികപരമായോ സാമൂഹ്യപരമായോ ഉണ്ടാകുമോ എന്ന് ഭാരപ്പെട്ടുപോയി പ്രയാസപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മളെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം, സർവശക്തനായ ദൈവം നിവർത്തിച്ചു തരുവാൻ സർവശക്തനായ ദൈവമാണെന്ന് അതെൻ്റെ ജീവിതത്തിലെ അനുഭവവും സാക്ഷ്യവുമാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുകൊണ്ട് ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന പ്രിയ ആന്റിയോടും ദൈവത്തിന്റെ ദാസനോടും ഈ ചാനലിനോടുമുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ താഴ്ന്നിരിക്കുന്നു. സിസ്റ്റർ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 10-60 പേരോളം നിങ്ങളുടെ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുണ്ടെന്ന്. അപ്പം അവരൊക്കെ എങ്ങനെയാണ് കടന്നു വന്നത്? പ്രത്യേകമാകുന്ന രോഗസൗഖ്യത്തിലൂടെ ആണോ, അതോ നിങ്ങളുടെ ശുശ്രൂഷ എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? ഇവിടെ ശുശ്രൂഷ എന്ന് പറഞ്ഞ ആന്റി ദൈവദാസന്റെ പപ്പ പാസ്റ്ററായിരുന്നു. അപ്പോൾ അന്നു മുതലുള്ള കുറച്ച് വിശ്വാസികൾ ഇപ്പോഴുണ്ട്. പിന്നെ ഞങ്ങളുടെ ഉടുമ്പന്നൂരിന്റെ ദേശത്ത് ഞങ്ങൾ പലപ്പോഴും കൺവെൻഷനുകൾ വെക്കുകയും ദൈവവചനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വിശ്വാസികളും വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ദൈവം ആ ദേശത്ത് എന്തെങ്കിലും പ്രവർത്തിച്ചതോ, ചില കുടുംബങ്ങളിൽ ദൈവം എന്തെങ്കിലും പ്രത്യേകമായി ചെയ്ത് എന്തെങ്കിലും സിസ്റ്റർ പറയാനുണ്ടോ? ഉണ്ട് ആന്റി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഉണ്ട്, പറയാനുണ്ട്. പറഞ്ഞാട്ടെ. എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ സ്വർഗത്തിലെ ദൈവം ചില വിടുതലുകൾ അയച്ചതാണ്. അത് ഞങ്ങളുടെ അവിടെ VBS പ്രോഗ്രാം ഓരോ വർഷവും നടത്താറുണ്ടായിരുന്നു. VBSന്റെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ VBS പഠിക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെയും ക്ലാസ് എടുക്കുകയും അവരെ പരിചയപ്പെടുകയും അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു പെൺകൊച്ച് എൻ്റെ അടുത്ത ഒരു പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു. ആ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു.
അവൾ എക്സ്റേ ടെസ്റ്റിന് വേണ്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ തന്നെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവൾക്കൊരു ഭാരവും പ്രയാസവുമായി, അത് പഠിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം അവൾക്കുണ്ടായി. അപ്പൊ എന്നോട് യാദൃച്ഛ്യമായി എന്നെ അവൾ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ബിന്ദു ചേച്ചി, ഞാൻ വല്ലാത്തൊരു ഭാരത്തിലും പ്രയാസത്തിലുമാണ്. ഞാനിങ്ങനെ ഈ എക്സ്റേ ടെസ്റ്റിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ട് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പരീക്ഷ എഴുതാൻ ഭയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഒരു തോന്നൽ ഉണ്ടായി. ഞാൻ പറഞ്ഞു, അഞ്ജന എന്നാണ് ആ കുട്ടിയുടെ പേര്. അവള് പറഞ്ഞു, ബിന്ദു ചേച്ചി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് അവളോട് പറഞ്ഞു. ഈ കുട്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയം പ്രാർത്ഥിച്ച്, കർത്താവെ, എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഞാൻ പരീക്ഷ എഴുതുവാനും പഠിക്കുവാനും വളരെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി പല ദൈവ അഭിഷിക്തന്മാരിൽ കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വിടുതൽ അയച്ചെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ അഞ്ജനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൾ എന്നോട് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ പഠിക്കുന്നതായ വിഷയം നല്ല രീതിയിൽ പഠിക്കാനുള്ള ബുദ്ധി അവൾക്ക് കൊടുക്കണം, അതിനുള്ള ഉത്സാഹം കൊടുക്കണം. മാത്രമല്ല, ആ വിഷയം പാസ്സാകണമെന്ന് ഞാൻ ദൈവത്തോട് ഞാൻ പാസ്സാകാനേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്നെയും അഞ്ജനയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. അവൾക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഫോണിൽ എന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ബിന്ദു ചേച്ചി, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ പാസ്സാകാനേ ആഗ്രഹിച്ചുള്ളൂ. അല്ല, പരീക്ഷയുടെ ആ പേടി മാറാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പരീക്ഷയുടെ പേടി മാറുക മാത്രമല്ല, എന്നാൽ പാസ്സായി കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുമല്ല ബിന്ദു ചേച്ചി, ഞാൻ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായെന്ന് അവൾ പറഞ്ഞത് അവൾക്ക് അവളുടെ ജീവിതത്തിൽ വലിയൊരു വിശ്വാസത്തിന് മുഖാന്തരമായി തീർന്നു. അതിനുശേഷം ചർച്ചിൽ വന്ന് അതൊക്കെയും സാക്ഷി പറഞ്ഞു. അവർ യാക്കോബിയ പാരമ്പര്യത്തിലുള്ളതാണ്. ഇങ്ങനെ ഒരു വിഷയം എനിക്കുണ്ടായി. അപ്പൊ എന്നോട് പറഞ്ഞു, ബിന്ദു ചേച്ചി, ദൈവം അവളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വലിയൊരു വിശ്വാസം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ദൈവം ഒരു വിശ്വാസം തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞതായ ദൈവവചനം, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി എല്ലാ മണ്ഡലങ്ങളിലും വെളിപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ജന എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം, ഈ വചനം പലയിടത്തും കേട്ടിട്ടുള്ളതാണ്, പക്ഷെ ബിന്ദു ചേച്ചി അത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു. അത് ആഴമായ ഒരു ദൈവിക വിശ്വാസവും ദൈവ സ്നേഹവും വർദ്ധിക്കുവാൻ ഇടയായി തീർന്നെന്ന് പറഞ്ഞു. അതിനുശേഷം സഭയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാനിവിടെ BBS പഠിക്കാൻ വന്നിട്ടുള്ളതാണ്, എനിക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു. ബിന്ദു ചേച്ചിയോട് ആ പ്രാർത്ഥനാ വിഷയം ഞാൻ പറഞ്ഞു. ചേച്ചി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ദൈവ വിഷയത്തിന് മേൽ ഞാൻ ആഗ്രഹിച്ചതിലുപരിയായി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഡിസ്റ്റിങ്ഷനോടെ പാസ്സായെന്ന് പറഞ്ഞു. അതിനുശേഷം അവള് ജോലിക്ക് വെളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെയും പലവിധമായ പ്രതികൂലങ്ങളും എതിരുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും കർത്താവ് നിലനിർത്തി. അത് ഈ ദേശത്തെ ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ അവിടെ ഭവനത്തില് ചില കെട്ടപ്പെട്ടതായ ഒരു അവസ്ഥയാണ്. ആ ഭവനത്തിൽ ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അവളുടെ മാതാവും എന്നെ പലപ്പോഴും ചില ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെ ഫോൺ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ കുടുംബമായി ആ ഭവനത്തിൽ പലപ്പോഴും കടന്നുപോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഭവനത്തില് ഒരു വലിയ വിശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചില് ഒരു മാതാവ് വർഷങ്ങൾക്ക് മുന്നമേ പെന്തക്കോസ്തയിൽ വിശ്വാസത്തിൽ വന്ന മാതാവായിരുന്നു. എന്നാൽ ശരിക്ക് ദൈവസന്നിധിയിലെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വേണ്ടുന്ന രീതിയിൽ ദൈവസന്നിധി നിലനിൽക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം ആ മാതാവിനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോബിൻസ് എന്നാണ്. ചേച്ചിയുടെ ഉള്ളത്തിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ച് ജോബിൻസ് പാസ്റ്റർ സഭയിൽ കടന്നു പോകണം, ജോബിൻസ് പാസ്റ്റർ സഭയിൽ കടന്നു പോകണം, അവിടെ പോയി പ്രാർത്ഥിപ്പിക്കണമെന്ന് ദൈവാത്മാവ് പലപ്പോഴും ഒരാലോചന കൊടുത്തു. അപ്പോൾ ഈ ആലോചന കൊടുത്ത ഈ മാതാവ് ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഒരു ദൈവദാസൻ എന്നോട് ഒരു ആലോചന അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസങ്ങളില് ചില കെട്ടപ്പെട്ട ജീവിതങ്ങൾ ആലയത്തിൽ കടന്നു വരും. അപ്പോൾ ദൈവദാസൻ അവിടെ ഇല്ലെങ്കിലും ആന്റി ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലയക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മാതാവ് അവിടെ കടന്നു വന്ന് ചർച്ചിൽ കടന്നു വന്നപ്പോൾ ദൈവദാസൻ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ദാസൻ ഇവിടെ ഇല്ല, വൈകുന്നേരം വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ മാതാവിന്
ഒരു ആത്മഹത്യ ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. അതായത് ജീവിതത്തിലെ ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലെ ജീവിച്ചിരിക്കണമെന്ന് പോലുമുള്ള ഒരു താല്പര്യമില്ലാത്തതായ ഒരു അവസ്ഥയിലാണ് ചർച്ചിൽ കടന്നു വന്നത്. അപ്പോൾ ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞതായ ആലോചന എൻ്റെ ഉള്ളത്തിലേക്ക് വന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു, മേരി എന്നാണ് ചേച്ചിയുടെ പേര്, മേരി ചേച്ചി നമുക്ക് മോളിൽ ഇരുന്ന് സ്വല്പ സമയം സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അവിടെ വിളിച്ചോണ്ട് പോയി അവിടെ പോയി ഇരുന്ന് സ്വല്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷം സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ആന്റി എനിക്ക് നിൽക്കാൻ സമയമില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ മകളും വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ദൈവസന്നിധിയില് അവരെ വിശ്വാസത്തിലേക്ക് ശരിക്കും വന്നിട്ടില്ല. ആ മകളുടെ വിഷയവും ഈ ചേച്ചിയുടെ വിഷയമാണ് അവരെ അലട്ടിക്കൊണ്ടിരുന്നത്. ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വല്ലാതെ ഭാരപ്പെട്ടാണ് അവിടെ വന്നത്. ഈ ആത്മഹത്യ ചിന്ത ചേച്ചി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് ജീവിച്ചിരിക്കണം എന്ന് തന്നെ. ഇല്ല ആന്റി, ദൈവദാസനും ഇവിടെ ഇല്ലല്ലോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് ഈ ദൈവദാസൻ പറഞ്ഞ ആലോചന എൻ്റെ ഉള്ളത്തിലോട്ട് തന്നു. അതിനുശേഷം പറഞ്ഞു, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവ് വിടുതലയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേരി ചേച്ചി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ചേച്ചി പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഏതായാലും ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു, അത് ഉൾക്കൊണ്ടു. പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു നിന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. ആ ചേച്ചിയെ ആത്മഹത്യ ചിന്ത ഇട്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുത്താനുള്ള ശത്രുവിന്റെ ചില പോരുകളും എതിരുകളും വെല്ലുവിളികളും ഉണ്ട്. അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം ദൈവാത്മാവ് എനിക്ക് തന്നു. ശക്തമായിട്ട് ആ വിഷയം ദൈവസന്നിധിയിൽ ഞാൻ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ആന്റി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒരു ശക്തി എൻ്റെ ചങ്കിനകത്ത് കല്ല് പോലെ ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് ആ ഭാരം, ആ പ്രയാസം എൻ്റെ ഉള്ളത്തിൽ നിന്ന് മാറിപ്പോയി. എൻ്റെ മൈൻഡ് ഫ്രീ ആയെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ചേച്ചി തിരിച്ച് വീട്ടിൽ പോയത്. വീട്ടിൽ ചെന്നതിന് ശേഷവും എന്നെ പലപ്പോഴും ഫോൺ വിളിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയും വളരെ സംസാരിക്കാൻ ഇടയായി തീർന്നു. ആ ചേച്ചിയും സഭയിൽ സാക്ഷ്യം, വീണ്ടും ചേച്ചി ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പോൾ ചർച്ചിലെ മെമ്പർ ആയിട്ടുണ്ട്. സഭയിൽ കടന്നു വന്ന സാക്ഷ്യമൊക്കെയും പറഞ്ഞ് ഇങ്ങനെ ഞാൻ ചില വിഷയങ്ങളാൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടായിരുന്നു. അപ്പോൾ ജോൺസ് പാസ്റ്റർ സഭയിൽ കടന്നു പോകണമെന്ന് ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ തന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇവിടെ ഇല്ലായിരുന്നു. ആന്റി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് അതിൽ നിന്ന് ഒരു വിടുതലും ആശ്വാസവും തന്നു എന്നൊക്കെയും സാക്ഷി പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചർച്ചിലെ മെമ്പറാണ് ആ ചേച്ചി. അതുപോലെ തന്നെ ദൈവം ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ ദൈവപ്രവൃത്തികളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുന്നമേ എൻ്റെ ജീവിതത്തില് വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തി. എന്തെന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുടെ മറുപടിയായിട്ടാണ് കർത്താവ് അത് ചെയ്തത്. ഞാൻ സാധാരണ കീപാഡ് ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ശുശ്രൂഷയ്ക്ക് സംബന്ധമായിട്ടൊക്കെ ഒരു സ്മാർട്ട് ഫോണിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഈ വിഷയമൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാത്രി എനിക്കൊരു ദർശനം കാണിച്ചു. ഒരു ഫോണ്, എനിക്കൊരു പുതിയ സ്മാർട്ട് ഫോണ് ഒരു ആന്റി തരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി തൊട്ട് ഈ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിലേക്ക് തരുന്നതായിട്ട് കണ്ടു. ഞാനത് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അവർക്കൊന്നും അത് അത്രയ്ക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ചർച്ചിലെ തന്നെ മെമ്പറായ ജെസ്സി എന്ന് പറയുന്ന ഒരു ആന്റി വെളിയിലെ നേഴ്സാണ്, ജോലിയാണ്. ഇടയ്ക്ക് അവധി ഉള്ളപ്പോഴാണ് ഇവിടെ വരാറുള്ളൂ. ആന്റി ആ സാഹചര്യത്തില് ഇവിടെ കടന്നു വന്ന്, ഞാൻ ആരോടും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല. ദൈവസന്നിധിയിൽ മാത്രം ഞാൻ എൻ്റെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുള്ളൂ. ഈ വിഷയം ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ജെസ്സി ആന്റി ചർച്ചിൽ കടന്നു വന്നപ്പോൾ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആന്റി എന്നോട് പറഞ്ഞ, ആന്റിയുടെ കാലയില് നീരും വേദനയും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആന്റി പറഞ്ഞു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും പൂർണ്ണമായിട്ട് ഒരു വിടുതലോ ആശ്വാസമോ ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴും ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ശക്തമായ ഒരു പ്രേരണ തന്നു. ആ വിഷയത്തിന് ശക്തമായിട്ട് ആരാധിക്കണം, ആരാധിച്ചാൽ ഒരു വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ പ്രേരണ തന്നപ്പോൾ ഞാൻ ജെസ്സി ആന്റിയോട് പറഞ്ഞു, ആന്റി നമുക്ക് ആ വിഷയം ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം, ശക്തമായിട്ട് ആരാധന ആവശ്യമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരാധിച്ച് ശക്തമായിട്ട് തന്നെ ആരാധിച്ചു. കഴിഞ്ഞ ആരാധനയുടെ മധ്യത്തില് ആന്റിക്ക് ആ വേദനയിൽ നിന്ന് ഒരു മാറ്റം ദൈവം കൊടുത്തു. മാത്രം വീട്ടിൽ ചെന്നതിന് ശേഷം
ആ നീരും വേദനയും അതെല്ലാം ഭർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി. അങ്ങനെ ആന്റിക്ക് വലിയൊരു ദൈവിക വിശ്വാസം വർദ്ധിക്കുവാനിടെ, ആന്റി പെന്തക്കോസ്തിന്റെ അനുഭവത്തിലും അവസ്ഥയിലും നിൽക്കുന്ന വിശ്വാസമുള്ള ആന്റിയാണ്. പക്ഷേ ഇത് കൂടുതലായി ഒരു ദൈവിക വിശ്വാസം വർദ്ധിപ്പിക്കാനും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇടയായി തീർന്നു. അതിനുശേഷം വീണ്ടും ആന്റിയുടെ പപ്പ മരിച്ചു പോയപ്പോൾ ആന്റി ഈ ദേശത്ത് വന്നപ്പോൾ അപ്പോഴും എൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം, ആരാധിക്കണം എന്നൊരു വാഞ്ച ആന്റിയുടെ ഉള്ളത്തിൽ ദൈവം കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ആന്റിക്ക് ചെവിക്ക് കേൾവി ശക്തി കുറവുണ്ട്. നേരത്തെ ഞങ്ങളുടെ ചർച്ചില് ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ആ കേൾവി ശക്തി മടക്കി കിട്ടിയായിരുന്നു. വീണ്ടും അതിങ്ങനെ ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ലീവിന് പപ്പ മരിച്ചപ്പം വന്നപ്പോൾ ആ ചെവിക്ക് നല്ലപോലെ കേൾവി ശക്തി ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ 3 ദിവസം ആന്റി എൻ്റെ അടുത്ത് വന്നിരുന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസവും ദൈവാത്മാവ് ആന്റിക്ക് വേണ്ടുന്ന വചനങ്ങളൊക്കെയും കൊടുത്തു. 3-ാമത്തെ ദിവസം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആന്റി പെട്ടെന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ ചെവിക്ക് ഒരു കേൾവി ശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആന്റിക്ക് വലിയൊരു സന്തോഷമായി. അങ്ങനെയാണ് ആന്റി ഇവിടുന്ന് പോകാൻ നേരം എന്നോട് വീണ്ടും എൻ്റെ വാട്സപ്പ് നമ്പരും ഒക്കെ ചോദിച്ചു. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥനാ വിഷയമൊക്കെ പറയാം, നമുക്ക് സംസാരിക്കാം, വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, അതെനിക്ക് അറിയില്ലായിരുന്നു, ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളാണല്ലോ, ആന്റിക്ക് ഒരു ഫോൺ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ആ ആഴ്ചയിൽ തന്നെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ ആന്റി വാങ്ങിച്ചു തരുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വളരെ പ്രയോജനമാണ്. മാത്രമല്ല ക്രിസ്തീയ പ്രസംഗങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാൻ എനിക്ക് അങ്ങനെ ഒരു വലിയ വാഞ്ച ഉള്ളിലുണ്ടായിരുന്നു. ആ വിഷയവും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം ആ വിഷയത്തിന് മേലും പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഈ ദേശത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ എല്ലാവർക്കും വെള്ളമുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് മാത്രം വെള്ളമില്ലാത്തതായ, സ്വന്തമായിട്ട് വെള്ളമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിഷയത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് വെള്ളവും നൽകി. മാനുഷിക രീതി ഭൗതിക തലത്തിലുള്ള പല കാര്യങ്ങളിലും അങ്ങനെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ഈ ലോകത്തിൽ, നശ്വരമായ ലോകത്തിൽ നശിച്ചു പോകുന്ന ഒന്നുമല്ല, ഞാൻ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. എങ്കിലും നമ്മുടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതൊക്കെയും തൻ്റെ മക്കൾ ആത്മീയത്തിലും ഭൗതികത്തിലും എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അതൊക്കെയും നിവർത്തിച്ചു തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതലായി ആഗ്രഹിക്കുന്നത് എൻ്റെ ശുശ്രൂഷ ഈ നാളുകളിൽ വീണ്ടും വെളിപ്പെട്ട അനേകർക്ക് ഞാനൊരു ആശ്വാസവും അനുഗ്രഹവുമായി തീരേണ്ടതിന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഏത് കഷ്ടതയുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ, ആ കഷ്ടവും ഭാരവും പ്രയാസവും അനുഭവിക്കുന്നവരെ ഞാനുമായിട്ട് ഈ നാളുകളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കതറിയില്ല. അവരൊക്കെയും എൻ്റെ കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ്. പറയാറുണ്ട് ആന്റി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ആന്റി അല്ലെങ്കിൽ ദൈവവചനം പറയുമ്പോൾ, ഒരു ആലോചന പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസമുണ്ടെന്ന വിശ്വാസത്തിൽ വന്നവരും വരാത്തവരും ദൈവകൃപയാൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തികളെ കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ഉടുമ്പന്നൂർ ദേശത്ത് ദൈവഹിതമുള്ള ജീവിതങ്ങൾ ഇനിയും വിടുവിക്കപ്പെട്ട് ദൈവസഭയിൽ കടന്നു വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. കർത്താവ് സഹായിക്കേണ്ട. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കുവാനിടയായി തീർന്നുള്ള വിശ്വാസത്തിലെ കർത്താവ് ഉറപ്പിച്ച കാര്യങ്ങളെ കേൾക്കുവാനിടയായി തീർന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകി തരുന്നവനായ ദൈവം സിസ്റ്റർ പറഞ്ഞ പോലെ ഭൗതികമൊക്കെ നശിച്ചു പോകുന്നതാണ്, എന്നാലും നശിക്കാത്തതായ ഒരു നിത്യരാജ്യമാണ്. അത് നമ്മുടെ ലക്ഷ്യമാണ്. അതിലേക്ക് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. വിശ്വാസി ക്ഷീണിച്ചും തളർന്നു പോകാതെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സിസ്റ്ററിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിന്നെയും ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. God bless you, sister. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തതുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പാൽക്കാലം അത്ഭുതകരമായ അതിശയകരമായ കർത്താവിന്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നെ വലിയ മുഖാന്തരത്തിനും സാഹചര്യത്തിനും എല്ലാമായി സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ളതായ സാഹചര്യം എനിക്ക് ഒരുക്കി തന്ന പ്രിയ റേച്ചൽ ആന്റിയോടും കർത്താവിന്റെ ദാസനോടും ഈ ചാനലിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. ഇനിയും അനേകർ ഹല്ലേലൂയ, സ്തോത്രം, അനേകരുടെ സാക്ഷ്യങ്ങൾ ഈ ചാനൽ മുഖാന്തരമായി പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കണം. അതിനാവശ്യമായ
ഈ മുഖാന്തര സാഹചര്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം ഒരുക്കണം. ഒരു ശുശ്രൂഷ എല്ലാം ദൈവം അനുഗ്രഹിക്കണം. അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരാൻ സ്വർഗം സഹായിക്കണം. സുജയാന്റിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നീതി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സാക്ഷ്യം പുറത്തു വരുവാൻ തക്കതായി ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ, ആന്റിയെ ശക്തമായി ദൈവാത്മാ ഉപയോഗിച്ച് ഒരു മുഖാന്തരമാക്കി തീർത്തനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്റെ ഈ സാക്ഷ്യം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന രീതിയിൽ കർത്താവെ, ഞാൻ പറഞ്ഞതായ വചനങ്ങളും എന്റെ അനുഭവ സാക്ഷ്യങ്ങളും കേട്ട ജീവിതങ്ങൾക്ക് ഒരു വിടുതലും ഒരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിലാണ്.